ബർത്ത്ഡേ വ്ലോഗ് ആയിരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ? Turning 9? You already turned 9. Oh yeah, I just turned 9. എന്തെങ്കിലും പറയാനുണ്ടോ? Happy birthday, Minnu. അശ്വിന് പറയാനില്ല. അശ്വു സ്ലീപ്പിംഗ്. ഇപ്പൊ എവിടെ എത്തി മിന്നു? Almost at വെൽക്കം ടു ലിജി സ്റ്റേറ്റ്സ് ബഡ്സ് അമേരിക്കൻ ബ്ലോഗ്സ്. അപ്പോൾ മിന്നുവിൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ വൂൾഫ് ലോഡ്ജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 2 മണിക്കൂറുണ്ട്. ജോർജിയയിൽ തന്നെയാണ്. ഇവിടെ ജൂൺ ജൂലൈ കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് മിന്നുവിൻ്റെ ബർത്ത്ഡേ ആ ടൈമിലാണ്. അപ്പോൾ മിന്നുവിൻ്റെ സ്കൂളിൽ എന്തായാലും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ കാണാം. എവിടെ എത്തി മിന്നു? കണ്ട മിന്നു? അപ്പൊ ഇത് എടുക്കുന്ന സ്ഥലത്ത് മാത്രമേ പാർക്ക് ചെയ്യാൻ വേണം. പുറത്തേക്ക് വേണമെങ്കിൽ ഇനി പറ്റില്ലല്ലോ അല്ലേ? ആ പറ്റും. ഓക്കെ. അപ്പോൾ ആദ്യം വന്ന ദിവസം എനിക്ക് ഇത് ഇൻഡോർ വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ ഇത് വിൻ്ററിലും നമുക്കിത് യൂസ് ചെയ്യും. ഇവിടെ വിൻ്ററിലും ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ഹോട്ടൽ റൂമാണ്. എല്ലാം അതിനോട് മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻഡോർ വാട്ടർ തീം പാർക്കിൻ്റെത് എനിക്ക് ഫസ്റ്റ് ഡേ എടുക്കാൻ പറ്റിയില്ല. ബാഗെല്ലാം ലോക്കറിൽ വെച്ചേക്കുമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കയറി വരുന്ന ഫസ്റ്റ് ആ ഈവനിങ്, അതായത് ആദ്യത്തെ ദിവസം വന്ന ഈവനിങ് ഞങ്ങൾ ഹോട്ടൽ റൂമിൽ പോയിട്ട് എടുത്തതാണ് വീഡിയോ. അതായത് ഓൾറെഡി അവരൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ വന്ന് അതൊന്ന് റൂമൊന്ന് കാണിക്കാം. അപ്പോൾ 2 ബെഡുണ്ട്. അപ്പോൾ പിള്ളേർക്ക് കിടക്കാനും ഞങ്ങൾക്ക് കിടക്കാനായിട്ട് അങ്ങനെ 2 ബെഡുണ്ട്. പിന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട്. എല്ലാം വൂൾ തീം ബേസ്ഡിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒരു ജംഗൽ എഫക്റ്റ് ഉള്ള വാൾ സ്റ്റിക്കർ പിക്ചർ പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സിലാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ മിററിലാണെങ്കിലും എല്ലാം വൂൾഫിൻ്റെ പോയുടെ പ്രിൻ്റൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം മിന്നുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു. ഇപ്പോൾ റൂമിൽ വന്നു. ഈവനിങ് ഞങ്ങൾ വാട്ടർ തീം പാർക്കിൽ പോയി അവിടെ നിന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിച്ചിട്ടാണ് വന്നത്. ഇവിടെയും കുളിക്കാൻ സൗകര്യമുണ്ട്. പക്ഷേ അവിടെ നന്നായിട്ട് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ കുളിച്ചിട്ട് വരാം. അവിടെ അതുപോലെ തന്നെ വാഷ് സോപ്പും അതുപോലെ തന്നെ ഷാമ്പൂ എല്ലാം അവൈലബിൾ ആണ്. വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൂമിൽ വന്നിട്ട് കുളിക്കാം. റൂമിൽ വരുമ്പോഴേക്കും പിള്ളേർ കുറച്ചും കൂടെ ടയേർഡ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ റൂമിലേക്ക് വന്നത്. റൂമിൽ വന്നപ്പോൾ സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഓൾറെഡി കുളിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ അധികം സമയം കളയാൻ നിന്നില്ല. അല്ലെങ്കിൽ പിള്ളേർ വാട്ടർ തീം പാർക്കിലൊക്കെ കളിച്ചതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഉറക്കമൊക്കെ വരും. അപ്പോൾ മിന്നുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മളൊരു കേക്ക് വാങ്ങിക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് പുറത്തേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ ഫുഡൊക്കെ കിട്ടും. ഫുഡൊക്കെ നമുക്ക് ഓർഡർ ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ പോയി കഴിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകുമ്പോഴേക്കും ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ച് കേക്ക് വാങ്ങിച്ചിട്ട് വരുമ്പോൾ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്.
അപ്പോൾ ഞങ്ങളൊരു സെക്കൻഡ് ഫ്ലോറിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ താഴെ പോയിട്ട് പിന്നെ കാണാം. അവർക്കിപ്പോൾ തന്നെ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കേക്ക് വാങ്ങിച്ചിട്ട് അത് കട്ട് ചെയ്യുന്നത് കാണിക്കാം. പിന്നെ ഷോപ്പിലൊക്കെ പോകുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. ഒന്ന് എല്ലാവരും ടയേർഡായിരുന്നു, പിന്നെ കുറേയൊക്കെ മറന്നും പോവും ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ഇനി ബാക്കി അപ്പോൾ കാണാം. Happy birthday to you. അടുത്തോട്ടെ. എന്റെ ബാഗിലെന്ന് തോന്നുന്നു, ബ്ലൂ ബാഗിൽ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ മിന്നു, ഹാപ്പി ബർത്ത്ഡേ ടു യു. Gross. നല്ലൊരു This is gross. Don't like to smoke. Smoke detector. I don't like to smoke candles. ഇനി ഇങ്ങനെ കട്ടി. ഇവിടെ കിട്ടായിട്ടില്ല. You want plate? Oh, my plate. ഇത് മിന്നുവിന് എടുത്തു കൊടുക്കും. Oh, the video is still on. ഹാപ്പി ബർത്ത്ഡേ മിന്നു. Oh. ഇവിടെ വിത്ത്. ബർത്ത്ഡേ ഇഷ്ടമുള്ള കുഞ്ഞി. ഹാപ്പി ബർത്ത്ഡേ കേട്ടോ. Yeah, I take a piece. ഇനി ഒറ്റയ്ക്ക് കൊടുക്കും. Take a piece. Ew. Take it. Happy birthday, Ashu. അഷ് മാത്രം എനിക്ക് തന്നില്ല കേട്ടോ. ഞാൻ സാഡേ. Who wants one? നല്ല കേൾക്കാണല്ലോ. Even though it's chocolate. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ കേക്കൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തുനിന്ന് ഒരു പിസ്സ വാങ്ങിച്ചിരുന്നു. അപ്പോൾ പിസ്സ കഴിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് കഴിക്കണ്ടായിരുന്നു, ഇവിടെ വന്നിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. പക്ഷേ പിള്ളേരൊക്കെ ഉറങ്ങിയായിരുന്നു. അപ്പോൾ പിസ്സ കുറച്ച് ബാക്കിയുണ്ട് കേക്കൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇവിടുത്തെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കാൻ ഞങ്ങളുടെ കയ്യിൽ കണ്ടെയ്നറോ വേറെ പാത്രങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ പിസ്സ വെക്കാനും പറ്റില്ല. അപ്പോൾ കുറച്ച് വേസ്റ്റായി പോയി. പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഏട്ടനൊരു ചായയോ കോഫിയോ കിട്ടിയാൽ വളരെ ഉപകാരമായിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും കോഫി ഉണ്ടാക്കാറുണ്ട്. എനിക്ക് കോഫി വലിയ താല്പര്യമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഞാൻ കുടിക്കാറുണ്ട്. പിള്ളേർ രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് നിർബന്ധമൊന്നുമില്ല. വീട്ടിലാണെങ്കിൽ പാലൊക്കെ കുടിക്കും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഒരു കോഫി കുടിച്ചിട്ട് പിന്നെ താഴത്തേക്ക് പോവാം. ഇൻഡോർ ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ കയറിയിട്ട് പിന്നെ വാട്ടർ തീം പാർക്കിൽ പോവാമെന്ന് വിചാരിച്ചു. അപ്പം മിന്നു വർഷവും ഈ ഇതുപോലെ ക്ലൈമ്പിങ്ങും ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. But there's another one. Will you look at that? 100 gold. You have found the blue crystal. How was that, Minu? Good. Ashu, how is your wand working? It's good? Good. Actually, it works. Okay. മിന്നു. Orange one. And then, is this Harry Potter wand? Harry Potter. Can we get like 4 blocks? അപ്പോൾ കുറച്ച് ഫൺ ആക്ടിവിറ്റിയൊക്കെ അവിടെ ചെയ്തതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് പിസ്സയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നു. അപ്പോഴാണ് അവിടെ നിന്ന് പിസ്സ കഴിച്ചപ്പോൾ ആലോചിച്ചത് ഇന്നലെ ആ പിസ്സ പുറത്തുനിന്ന് കഴിക്കണ്ടായിരുന്നു. ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു.
അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ വാട്ടർ പാർക്കിലേക്ക് വന്നു ഇന്നലത്തെ പോലെ തന്നെ. അപ്പോൾ ഇന്നലെ മാത്രം ഒരു നൈറ്റ് മാത്രമേ നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ റൂം നമുക്ക് രാവിലെ 11 മണിയോടെ കഴിഞ്ഞു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഇനി നമ്മളിതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഫുൾ ഡേ രാവിലെ മുതൽ നമുക്ക് ഈവനിങ് വരെ 8 o'clock വരെയാണ് ടൈമുള്ളതെന്ന് ആണ് എൻ്റെ ഓർമ്മ. അപ്പോൾ വരെ നമുക്ക് ഈ വാട്ടർ പാർക്കിൽ കളിക്കാം. അപ്പോൾ ഇവിടെ പിള്ളേർക്ക് ബാസ്ക്കറ്റ് ബോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങി, ഞാനും ഇറങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയി ഫോൺ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ഏരിയാസൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റുള്ളവരെല്ലാവരും കൂടെ കിട്ടണ്ടെന്ന് വെച്ച് വളരെ കുറച്ചായിട്ടാണ്, ലിമിറ്റഡ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേവ്സ് ഉണ്ട്, അതുപോലെ ചെറിയ കുട്ടികൾക്കുള്ളതുണ്ട്, വലിയ ആൾക്കാർക്കുള്ളതുണ്ട്, ഫാമിലി ആയിട്ടുള്ള റൈഡ്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡൊക്കെ അവൈലബിൾ ആണ്. ബർഗർ, ചിക്കൻ നഗറ്റ്സ് അതുപോലത്തെ സാധനങ്ങൾ, ഫ്രൈസ്, ഡ്രിങ്ക്സ് ഒക്കെ കിട്ടും. പിന്നെ അവർ നേരത്തെ കളിച്ചതൊരു വാണ്ട് പോലത്തെ ഒരു സാധനത്തിൻ്റെ ആയിരുന്നു. അതൊരു ഗെയിമാണ്. പിന്നെ എനിക്ക് ഈ വാട്ടർ പാർക്കിലെ റൈഡ്സിൻ്റെ ഒന്നും പേര് തന്നെ അറിയില്ല. ഞാൻ പിന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കാറുമില്ല. ഇവിടെ ഫാമിലി ആയിട്ട് പോകുന്ന ഒരു റൈഡ് ഉണ്ട്. അതിൻ്റെ ട്യൂബാണ് ഇപ്പോൾ മുകളിലേക്ക് പോയത്, നിങ്ങൾ കണ്ടത്. ഈ യെല്ലോ കളറുള്ള ഫ്ലവർ ഷേപ്പുള്ളത്. അപ്പോൾ അതിൽ പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അതിൽ മോന് ഹൈറ്റ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയറിയില്ല. ഈ ഡബിൾ ട്യൂബ്സൊക്കെ ഞങ്ങൾക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ചില സ്ഥലത്തെ റൂൾസ് അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്രാവശ്യം ഞാനൊരു ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു വാട്ടർ പാർക്കിലെ ഒരു റൈഡ് ട്രൈ ചെയ്തു. നമ്മൾ ഒരു കുഴലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകുന്നത്. അതിലിങ്ങനെ കയറി നിന്ന് കഴിയുമ്പോൾ കാലിൻ്റെ ഭാഗത്ത് നമ്മളൊരു സാധനത്തിൽ ചവിട്ടി നിൽക്കും ഒരു കുഴലിൽ. എന്നിട്ട് അവർ ഒരു ബട്ടൺ പ്രസ് ചെയ്യും. ഒരു ഗ്ലാസ് ഡോറുണ്ട്, അത് വെച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അവർ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അത് ഒറ്റയടിക്ക് താഴത്തേക്ക് പോവും. അത് ഞാൻ ഇപ്രാവശ്യം ട്രൈ ചെയ്തു. അതെനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു ടീനേജിലുള്ള കുട്ടികളൊക്കെ ട്രൈ ചെയ്യുന്നു. പിന്നെ നമുക്കെന്തുകൊണ്ട് ട്രൈ ചെയ്ത് കൂടാ എന്ന് തോന്നിയിട്ട് ഒരു ധൈര്യത്തിന് ട്രൈ ചെയ്തതാണ്. പക്ഷെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് നമ്മൾ എടുത്തിട്ട പോലെ അത് ആ റൈഡിൻ്റെ ഉള്ളിൽ കൂടെ, ആ കുഴലിൻ്റെ ഉള്ളിൽ കൂടെ താഴെ എത്തുന്നതും പോകുന്നതൊന്നും അറിയില്ല. എന്തോ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന ഒരു ഫീലായിരുന്നു. അപ്പോൾ അതെൻ്റെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെയും പറഞ്ഞു വിട്ടു. ഏട്ടനോടും പോകാൻ പറഞ്ഞു, ഏട്ടനും പോയി. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര ശീലമാണ്. അവർ പണ്ട് മുതലേ ഇതൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഇപ്പോൾ വരുന്നതൊക്കെയാണ്. നമ്മൾ 90s കിഡ്സിനൊക്കെ ഇത് വളരെ ഒരു എന്താണെന്ന് നമ്മൾ സ്കൂൾ ടൂറിന് ഞാൻ പണ്ട് വീഗാലാൻഡിലൊക്കെ പോയ ഓർമ്മയുണ്ട്. സ്കൂൾ ടൂറിന് പോയിട്ടില്ല വീഗാലാൻഡിൽ. എനിക്ക് തോന്നുന്നു ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ കുട്ടികളെയും കൊണ്ട് വീഗാലാൻഡിൽ പോയിരുന്നു. അതിന് മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം എങ്ങാണ്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴും നമ്മൾ ഈ വാട്ടർ പാർക്കിൽ അങ്ങനെയൊന്നും പോവാറില്ല. ഇപ്പോഴൊക്കെ പിന്നെയും പിള്ളേരൊക്കെ പോയി തുടങ്ങുന്നുണ്ട്. അന്നൊന്നും അധികമൊന്നും ആരും തന്നെ പോവാറില്ല. അപ്പോൾ ഇപ്പോൾ ഈ പിള്ളേരുടെ കൂടെ ഞാൻ എല്ലാത്തിലും കയറുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ. കുറച്ചൊക്കെ പേടി എനിക്കും ഉണ്ട്, പിള്ളേർക്കൊക്കെ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഈ സ്ലൈഡിലൊക്കെ ഞാനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഫണ്ണായിട്ടുള്ള, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അധികം തണുപ്പോ ചൂടോ ഒന്നുമില്ല. അവരൊരു മോഡറേറ്റ് രീതിയിലാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചൂട് സമയത്താണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഓക്കെയാണ്. വിൻ്റർ സീസണിലാണെങ്കിലും അവരതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം കുറച്ച് വാം ആക്കും. ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് എന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. വൂൾഫ് ലോഡ്ജ്. ഇവിടെ തന്നെ സ്റ്റേയും വാട്ടർ പാർക്കും ആകുമ്പോൾ ആൾക്കാർക്കും എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ പാസ്സൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ ഈ വേവ്സും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വളരെ വൃത്തിയായിട്ടാണ് ഈ പ്ലേസും. അതുപോലെ ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ഫുഡ് വളരെ നന്നായിട്ട്, എന്ന് പറഞ്ഞാൽ നമുക്കത് കഴിച്ചിട്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വയറിന് കേട് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഞാൻ പിസ്സ മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതായിരിക്കും ബെസ്റ്റ് എന്ന്. പക്ഷേ ഇവിടുന്ന് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ നല്ല വൃത്തിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു. അപ്പോൾ എനിക്ക് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ സെക്കൻഡ് ഡേ ആയതുകൊണ്ട് ഇപ്പോൾ പിള്ളേർ കുറേ കളിക്കാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വീഡിയോ ഒക്കെ എടുത്തതൊന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ലോക്കറിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് കുറച്ച് വിഷ്വൽസ് എടുത്തതാണ്.
അപ്പോൾ പിള്ളേർ വാട്ടർ തീം പാർക്കിൽ കളിക്കുന്നതും അതുപോലെ വേവ്സിൽ കളിക്കുന്നതാണ്. പിന്നെ ഇവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് എനിക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവരുടെയൊക്കെ വിഷ്വൽസൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ലോങ് വ്യൂ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് വൂൾഫ് ലോഡ്ജിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ ഫുഡ് ഇപ്പം ഞങ്ങൾ ഇന്ന് കഴിച്ചത് ബർഗറാണ് കഴിച്ചത്. ചീസ് ബർഗറാണ് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഞങ്ങൾ ഇവിടെ ചിക്കൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാൻഡ്വിച്ച് എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ചാണ് കഴിച്ചത്. ചിക്കൻ വെച്ച ബർഗർ പോലെ ഇരിക്കുന്ന സാധനത്തിന് ഇവിടെ സാൻഡ്വിച്ച് എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ അതാണ് കഴിച്ചത്. പിന്നെ ഓനിയൻ റിങ്സ് ഉണ്ടായിരുന്നു. ഓനിയൻ റിങ്സും ഫ്രൈസും ഉണ്ടായിരുന്നു. പിന്നെ സോഡയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഇടയ്ക്ക് സോഡ കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെയൊക്കെ അത് ഭയങ്കര ശീലമാണ്. അപ്പോൾ ഓനിയൻ റിങ്സ് നന്നായിരുന്നു. പിന്നെ കഴിച്ച് മുഴുവനായിട്ട് തീർക്കാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ. കാരണം വെള്ളത്തിൽ കളിച്ചിട്ട് വരുമ്പോൾ നന്നായിട്ട് വിശക്കും. അപ്പോൾ പിള്ളേരാണെങ്കിലും കഴിക്കും. നമ്മൾ വിചാരിക്കും ഫുഡൊക്കെ ബാക്കി വരുന്നു, പക്ഷെ പിള്ളേരാണെങ്കിലും കഴിക്കും. അപ്പോൾ ഇതോടെ കഴിച്ച് കഴിഞ്ഞ് പിള്ളേർ പിന്നെയും പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വൂൾഫ് ലോഡ്ജിലേക്കുള്ള വ്ളോഗിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് മിന്നുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ഈ വൂൾഫിൻ്റെ സ്റ്റാച്യൂൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഒന്ന് വന്നതാണ്. അപ്പോൾ ഇതുവരെ വന്നിട്ടില്ലാത്തവർ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് US-ലെ ഈ വൂൾഫ് ലോഡ്ജ് എന്ന് പറഞ്ഞ ഇൻഡോർ വാട്ടർ തീം പാർക്ക്. ഇത് വിൻ്റർ സീസണിലും ഓപ്പൺ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. See you next time.